രശ്മി പിന്നെ സ്കൂട്ടറിനകത്ത് കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിങ്ങോട്ട് എഴഞ്ഞു വരുന്നതാ കണ്ടത്. അത് തിരിച്ച് ചെറുതിനെയാ കണ്ടത്, തള്ളയെ കണ്ടില്ലായിരുന്നു. അങ്ങനെ കുക്കുവിനെ വിളിച്ച് കാണിച്ച് അന്നേരം അത് എഴഞ്ഞ് അങ്ങ് ഇല്ലല്ല ബങ്കിനകത്തോട്ട് അങ്ങ് കയറി. വേറെ ഉണ്ടോന്ന് അങ്ങനെ ഈ കാട്ടിന്റെ ഇടയ്ക്ക് കൂടെ അങ്ങോട്ട് നോക്കിയപ്പോൾ വേറെ വലുതിരിക്കുന്ന കണ്ട്. അന്നേരം നോക്കിയപ്പോൾ അതിന്റെ പുറത്തുകൂടെ വലിയ കൊച്ചു കുഞ്ഞുങ്ങൾ എഴയുന്നത്. അങ്ങനെ ഇവിടെ നോക്കി നിന്ന് അതെങ്ങോട്ടും പോകാതെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്ന് അങ്ങനെയാണ് വിളിച്ചത്. അണലി, ചേനത്തണ്ടൻ, വട്ടക്കൂറ, തേക്കിലപ്പുള്ളി, മണ്ടലി, പയ്യാണി, കുതിരക്കുളമ്പൻ, കണ്ണാടി വിര്യൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന വൈപ്പറുടെ ഫാമിലിയിൽപ്പെടുന്ന അണലിപ്പാമ്പ്. ഏകദേശം ഒരു അണലിയുടെ പൂർണ്ണ വളർച്ച എന്നറിയപ്പെടുന്നത് 150 സെന്റിമീറ്റർ മുതൽ 180 സെന്റിമീറ്റർ വരെയാണ് ഈ അണലിപ്പാമ്പിന്റെ വളർച്ചയായിട്ട് സാധാരണ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മാക്സിമം 160 ആ ഒരു അത്തരത്തോളം 160 കൂടുതൽ നീളമുണ്ട്. 160-170 സെന്റിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് മാക്സിമം വളർച്ചയോടെ എത്തിയിട്ടുണ്ട്. എല്ലാ പാമ്പുകളും ഒരേ വളർച്ചയല്ല. ഇപ്പം ഈ ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾ തന്നെ പല വലിപ്പത്തിലല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ പാമ്പുകൾക്കും വലിപ്പവും ആഹാരം കിട്ടുന്ന ലഭ്യത അനുസരിച്ചിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ പാമ്പുകൾക്കൊക്കെ അതിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ടാവും. ഇതുവരെ 15 കൂടുതലായിട്ടുണ്ട്. അതിന്റെ വളർച്ച എന്നറിയപ്പെടുന്നത് ഈ വളർച്ചയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ വളർച്ചയെത്തിയ ഒരു അണലിയുമായിട്ടാണ് ചേരുന്നതെങ്കിൽ 10-40 കുഞ്ഞുങ്ങളൊക്കെ നിസ്സാരമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതാണ്. എന്തായാലും അതിന്റെ പ്രസവം തീർന്നിട്ടില്ല, ഇനിയും പ്രസവിക്കും അത് പക്ഷേ ആരോഗ്യം കുറഞ്ഞ ഒരു കുഞ്ഞ് അണലിപ്പാമ്പോട്ടാണ് ചേർന്നതെങ്കിൽ എന്ന് വെച്ചാൽ 1-2 വയസ്സുള്ള ഒരു അണലിപ്പാമ്പോട്ടാണ് ചേർന്നതെങ്കിൽ അത്രത്തോളം കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഇത്ര കുഞ്ഞുങ്ങൾ കാണും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ പൊതുവെ ആൾക്കാർ പറയുന്നുണ്ട് മഴ സമയങ്ങളിലല്ലേ വേനൽക്കാലങ്ങളിലൊക്കെ അല്ലെ ചൂട് കൂടുമ്പോഴൊക്കെ പാമ്പുകൾ പുറത്തിറങ്ങുമെന്ന്. അങ്ങനെയല്ല, ഈ ചൂട് കൂടുന്ന സമയങ്ങളിലാണെങ്കിൽ ഈ പാമ്പുകളുടെ മാളങ്ങളിൽ സാധാരണ എലി ഉണ്ടാക്കുന്ന മാളങ്ങൾ, പാറക്കെട്ടുകൾ, ചതുപ്പ് നിലങ്ങൾ, പുൽമേടുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും പാമ്പുകൾ സാധാരണയായിട്ട് ഇരിക്കാറുള്ളത്. ആ സ്ഥലങ്ങളിലൊക്കെ ചൂട് ഏതാണ്ട് 3 മീറ്ററോളം ആഴത്തിൽ പോകുന്ന ചൂടാണ്. എന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്ന് 3 മീറ്റർ വരെ താഴെ വരെ ചൂട് പോകും എന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറഞ്ഞേക്കുന്നത്. കാരണം അത്രയും ചൂടുള്ള സമയമായിരുന്നു. അന്നേരം മാളങ്ങളിലൊക്കെ ഇരിക്കുമ്പം അത്രത്തോളം ചൂട് നമ്മൾ വിയർക്കുന്ന എന്തിനാ? അകത്ത് അവയവങ്ങൾ ചൂടാകുമ്പോഴത്തേക്ക് അതിനെ തണുപ്പിക്കാൻ വേണ്ടിയല്ലേ വിയർക്കുന്നത്. ഇതേപോലുള്ള വിയർപ്പുരന്തികൾ പാമ്പിനില്ല. അതിൻ്റെ ശരീരം ചൂടാകുമ്പോൾ അതിന് ചൂട് സഹിക്കാൻ പറ്റത്തില്ല. വെള്ളം തേടിയോ അല്ലെ തണുപ്പ് തേടിയോ അത് പല സ്ഥലങ്ങളിലോട്ട് പോകും. അതാണ് ഈ ചൂട് സമയങ്ങളിൽ പാമ്പുകൾ പുറത്തിറങ്ങുന്നത്. ഇതേപോലുള്ള മാളങ്ങളിലും അല്ലെ പാറക്കെട്ടുകളിലും ഒക്കെ പാമ്പ് കയറിയിരിക്കുന്ന സമയങ്ങളിൽ ഇപ്പം മഴ പെയ്ത് ഈ മാളങ്ങളിലെല്ലാം വെള്ളം കയറുമ്പോഴത്തേക്ക് ശ്വാസം മുട്ടിയിട്ട് അത് പുറത്തിറങ്ങും. കൂടുതലായിട്ട് ഈ സമയങ്ങളിൽ എന്ന് വെച്ചാൽ മാളങ്ങളിലൊക്കെ വെള്ളം കയറുമ്പോഴത്തേക്കാണ് കൂടുതലും പാമ്പുകൾ പുറത്തിറങ്ങാനായിട്ടുള്ള സാഹചര്യം. അതോടൊപ്പം തന്നെ ഇപ്പോൾ കുഞ്ഞു പാമ്പുകളാണ് എന്ന് വെച്ചാൽ ഒക്ടോബർ മുതൽ ഫെബ്രുവരി മാസം വരെയാണ് പൊതുവെ പാമ്പുകൾ ഇണചേരുന്നൊരു സമയം എന്ന് പറയുന്നത്. ആ ഇണചേരുന്ന പാമ്പുകൾ ഓരോരോ കുഞ്ഞുങ്ങൾ വല്ല പ്രസവം നടക്കുകയോ വയറ്റിൽ പൊതുവെ അണലി പ്രസവിക്കാമെന്നാണ് പറയുന്നത്. പ്രസവിക്കുമല്ല സാഹചര്യത്തിൽ സത്യത്തിൽ നമ്മുടെ വയറ്റിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളാണ് പുറത്തു വരുന്നത്. വയറ്റിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് അണലിപ്പാമ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അണലിയുടെ ഓരോരോ കുഞ്ഞുങ്ങളായിട്ട് പുറത്തു വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ വർഷവും ഇവർക്ക് ആ ഒരു വീഡിയോ കിട്ടിയുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ജനിക്കുന്ന സമയങ്ങൾ പോലും അത് എഴഞ്ഞങ്ങ് തുടങ്ങത്തേ ഉള്ളൂ, ഒരിടത്ത് നിൽക്കത്തില്ല. ജനിച്ച ആ സെക്കൻഡ് മുതൽ എഴഞ്ഞു തുടങ്ങത്തേ ഉള്ളൂ പാമ്പുകൾ. അമ്മ മുല കൂട്ടുകയോ അല്ലെങ്കിൽ ആഹാരം കൊണ്ടുവന്ന് വായിക്കകത്ത് കൊടുക്കുകയോ ചെയ്യുന്നൊരു ജീവിയല്ല പാമ്പ്. പാമ്പെന്ന് പറഞ്ഞാൽ ജനിച്ച ആ സമയം മുതൽ എഴഞ്ഞങ്ങ് തുടങ്ങത്തേ ഉള്ളൂ. അങ്ങനെ എഴഞ്ഞു തുടങ്ങിയതാണ് നമ്മൾ കണ്ടത്. കൃത്യസമയത്ത് തന്നെ വിളിച്ചുകൊണ്ട് തന്നെ ഒന്നും രക്ഷപ്പെടാതെ പിടിക്കാൻ പറ്റി എന്നുള്ളതാണ് വിശ്വാസം.